സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. നമസ്കാരം, ADB ന്യൂസിലേക്ക് സ്വാഗതം. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാരൻ കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് ആരംഭിച്ചു. CPM-നെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കുക എന്ന ആവശ്യമുയർത്തി CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഗസ്തിക്കോട് വീട്ടമ്മ കിണറ്റിൽ വീണ് മരിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കുരങ്ങുകൾ ചത്ത സംഭവം ഫ്ലൈയിംഗ് സ്ക്വാഡ് CFO അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാരൻ കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ 18-ന് തെന്മല SI രാജേഷിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് തെങ്കാശിയിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് കഴുതൂരിട്ടിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ തിരുവല്ല വായിപ്പാട് സ്വദേശി സുമിത്തിനെ 2.350 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. കഴിഞ്ഞ മാസം 18-ാം തീയതി തെന്മല SI
തെങ്കാശിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന ബസ്സിൽ വെച്ച് 2 കിലോഗ്രാം 350 ഗ്രാം കഞ്ചാവ് കഴുതുരുട്ടി വെച്ച് പിടിച്ചിരുന്നു. അതിൽ സുമിത്ത് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ കോട്ടയം ജില്ലയിലെ പായിപ്പാടുകാരാണ്. അയാളെ ചോദ്യം ചെയ്ത് ഈ കഞ്ചാവ് കവിയിലുള്ള ലിബിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് കുറ്റസമ്മതം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കൂടെ അന്ന് കഞ്ചാവ് വാങ്ങിക്കാൻ പോയ അജയകുമാറിനെയും ലിബിനെയും അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ ഒരു ബൈക്കിലാണ് കഞ്ചാവ് വാങ്ങിക്കാൻ പോയത്. ആ ബൈക്കിൻ്റെ നമ്പർ മാറ്റി ആണ് ഓടിച്ചു കൊണ്ടുപോയത്. KL 28 എന്നുള്ള നമ്പറിൽ 8 ഇളക്കി മാറ്റിയിരുന്നു. അതേപോലെ തന്നെ ഒരു നമ്പർ ഇളക്കി മാറ്റിയിരുന്നു, വണ്ടി നമ്പർ. അവരെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അവരും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. തുടർന്നുള്ള അന്വേഷണത്തിൽ കുബേന്ദ്രൻ്റെ കയ്യിൽ നിന്നാണ് ഈ കഞ്ചാവ് വാങ്ങിച്ചതെന്ന് പറയുക. കമ്പത്ത് പോയി അന്വേഷണം നടത്തി കുബേന്ദ്രനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുബേന്ദ്രൻ നേരത്തെയും ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ്. 10 വർഷം മുന്നേ നടന്നതെന്ന് പറയുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിരുന്നു. അത് വന്നിട്ടുള്ളത് ഉത്തമപാളയം പോലീസ് സ്റ്റേഷൻ, കമ്പത്തിനടുത്തുള്ള ഉത്തമപാളയം പോലീസ് സ്റ്റേഷനാണ്. ഇന്ന് കുബേന്ദ്രനെ കോടതി ഹാജരാക്കുന്നുണ്ട്. ഈ കുബേന്ദ്രൻ താമസിക്കുന്ന സ്ഥലം കമ്പം എന്ന സ്ഥലത്തുള്ള ഉളവൂർ തേവർ സ്ട്രീറ്റ്, അവിടെയാണ് താമസിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ കുബേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ ഒരു രാമു എന്ന് പറയുന്ന ഒരാളാണ് കാട്ട്പാടിയിൽ കഞ്ചാവ് കൊണ്ട് വിൽപ്പനയ്ക്കായി കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് വരുന്നതെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി കുബേന്ദ്രനെ കസ്റ്റഡി വാങ്ങിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നു. തുടർന്ന് റിമാൻഡിലായിരുന്ന സുമിത്തിനെ കുളത്തൂപ്പുഴ CI CL സുധീർ കസ്റ്റഡിയിൽ വാങ്ങി. ചോദ്യം ചെയ്തതിനെ തുടർന്ന് സുമിത്തിന് കഞ്ചാവ് നൽകിയത് കമ്പം തേവർ സ്ട്രീറ്റ് ഉളവൂരിൽ സ്റ്റോർ നമ്പർ 108 താമസക്കാരനായ മുത്തുകണ്ണന്റെ മകൻ 35 വയസ്സുള്ള കുബേന്ദ്രൻ ആണെന്ന് ബോധ്യമായി. തുടർന്ന് കുബേന്ദ്രനെ കുളത്തൂപ്പുഴ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഉത്തമപാലം പോലീസ് സ്റ്റേഷനിൽ പല കേസുകളിൽ പ്രതിയാണെന്നും അറിയാൻ സാധിച്ചു. കുബേന്ദ്രന് കഞ്ചാവ് നൽകുന്ന കാടുവാടി റെയിൽവേ സ്റ്റേഷന് സമീപം താമസക്കാരനായ രാമു എന്ന ആളാണെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സെന്റ് ജോൺ സ്കൂൾ കവാടത്തിൽ കെട്ടിക്കിടക്കുന്ന മഴവെള്ളം വിദ്യാർത്ഥികളെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ പടിക്കൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾ ദുരിതത്തിലാകുന്നു. വെള്ളക്കെട്ട് നീക്കം ചെയ്യാൻ സ്കൂൾ മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചപ്പോൾ അധികൃതർ തടഞ്ഞതായി നാട്ടുകാർ പറയുന്നു. സ്കൂൾ റോഡിൽ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ പിള്ളേർക്ക് കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ മാനേജ്മെന്റ് ഇത് പണിയാൻ തുടങ്ങിയപ്പം സ്റ്റേ ചെയ്ത് പഞ്ചായത്ത് പണിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇട്ടിട്ട് കട്ടയൊക്കെ ഇറക്കി കൊണ്ട് വെച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പണി വരുന്നുണ്ട്, അത് മാറ്റി വെച്ചിരിക്കുക. മാനേജ്മെന്റിന്റെ പണി തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്തിയ അവർ ഇളക്കി കളയുന്നു പറഞ്ഞപ്പോൾ മാനേജ്മെന്റ് ആരാണ് തടസ്സപ്പെടുത്തിയത്? പഞ്ചായത്തിൻ്റെ ഓർഡർ വന്ന് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ വർക്ക് തുടങ്ങിയെന്ന് പറയുന്നതായിട്ട് കല്ലിരിക്ക അടിച്ചുറത്തിൻ്റെ കൂടെ പണി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ഫിനിഷ് ആവും എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇത്രയും അറിയാവും. ദിവസവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിൽ ചവിട്ടി സ്കൂളിൽ പോകുന്നത്. അധികൃതർ അടിയന്തരമായി വെള്ളക്കെട്ട് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദുരൂഹ സാഹചര്യത്തിൽ കുരങ്ങുകൾ ചത്ത സംഭവം ഫ്ലൈയിങ് സ്ക്വാഡ് CFO അന്വേഷണം ആരംഭിച്ചു. RPL കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ നെടുവന്നൂർ കടവ് 10 ഏക്കർ ഭാഗത്ത് RPL ക്വാർട്ടേഴ്സിന് സമീപം 8ഓളം കാട്ടുകുരങ്ങുകൾ ദുരൂഹ സാഹചര്യത്തിൽ ചത്ത സംഭവത്തിൽ ഫ്ലൈയിങ് സ്ക്വാഡ് CF ജ്യോതി വർഗീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഇന്നലെ കുരങ്ങുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം മരണകാരണം കുരങ്ങുപനിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ വൈറസ് റിസർച്ച് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. കുരങ്ങുകളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ ആരെങ്കിലും കുരങ്ങുകളെ കൂട്ടത്തോടെ വിഷം കലർത്തിയ ആഹാര സാധനങ്ങളോ മറ്റോ നൽകി അപായപ്പെടുത്തിയതാണോ എന്ന സംശയവും ശക്തമാകുന്നതിനാൽ വനപാലകർ ആ വഴിയും അന്വേഷണം ശക്തമാക്കിയതിന്റെ ഭാഗമാണ് ഫ്ലൈയിങ് സ്ക്വാഡ് CFOയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള.
പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ്, അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC, non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant, Anjal. Contact 0475 227 332 9947 03 5040. വാർത്തകൾ തുടരുന്നു. അഗസ്തിക്കോട് വീട്ടമ്മ കിണറ്റിൽ വീണ് മരിച്ചു. അഗസ്തിക്കോട് പൂവത്തൂർ വീട്ടിൽ ഗോപിനാഥ പിള്ളയുടെ ഭാര്യയായ റിട്ടയർഡ് അധ്യാപികയായ ശാന്തമ്മ ടീച്ചർ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് മരിച്ചു. കിണറ്റിൽ വീണ ശാന്തകുമാരി ടീച്ചറെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അഞ്ചൽ പോലീസ് കേസെടുത്ത ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SNDP നേതൃത്വത്തിലെ ചിലരും RSS BJP സംഘവും CPM-നെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കുക എന്ന ആവശ്യമുയർത്തി CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SNDP നേതൃയോഗത്തിലെ ചിലരും RSS BJP സംഘവും CPM-നെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം അഞ്ചൽ മുക്കട ജംഗ്ഷൻ, ആറോ ജംഗ്ഷൻ, ചന്തമുക്ക് ചുറ്റിത്തിരിഞ്ഞ് ഓഫീസ് പടിക്കൽ സമാപിച്ചു.
PS സുമൻ, K ബാബു പണിക്കർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് ആരംഭിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് ആരംഭിച്ചു. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ 12-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ സംഘടിപ്പിച്ചിരിക്കുന്ന കഠോപനിഷത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ ജ്ഞാന സദസ്സിലേക്ക് മുഴുവൻ ആളുകളെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് 12-ന് സമാപിക്കും. പനയഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം സംസ്കൃത ജ്യോതിഷ പണ്ഡിതനായ വാസുദേവൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. നമേ ഭക്ത പ്രണശ്യതി എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രഹ്ലാദനെയോ ധ്രുവ രാജകുമാരനെയോ അജാമിളനെയോ പിങ്കളയെയോ ഗജേന്ദ്രനെയോ ഇവരെയൊക്കെ സ്മരിക്കാം. ഭാഗവതവും മറ്റും വായിച്ചിട്ടുള്ള പുരാണ ഇതിഹാസങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് ഏത് ആപത്ഘട്ടത്തിലും ഏത് സന്ദിഗ്ധാവസ്ഥയിലും ഭഗവാൻ ഭക്തനെ രക്ഷിക്കും. ത്തിൻ്റെ ജ്ഞാനകാണ്ഡമാണ്, അത് വേദാന്തമാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദാന്തമാണ്. വേദം എന്ന് പറഞ്ഞാൽ അപൗരുഷേയമായ ഈശ്വരസൃഷ്ടമായ ജ്ഞാനഗ്രന്ഥങ്ങളാണ്. പണ്ഡിതന്മാർക്ക്, വളരെ അറിവുള്ളവർക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന വൈദിക സംസ്കൃത ഭാഷയിലുള്ള കുറച്ച് കഠിനമായ മാർഗമാണ് വൈദിക മാർഗം. അതിലെ ജ്ഞാനവും കർമ്മവും രണ്ടും. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്റർ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഉല്ലാസ്, കൊച്ചുകുട്ടൻപിള്ള, ഹരി എന്നിവർ പ്രസംഗിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് അന്തർദേശീയ അധ്യാപകൻ ജി രാകേഷ് നേതൃത്വം നൽകുന്ന വ്യാഖ്യാന ക്ലാസ്സിൽ 100ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആർട്ട് ഓഫ് ലിവിംഗ് അഞ്ചൽ സെന്ററിന്റെയും പനയഞ്ചേരി ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഠോപനിഷത്ത് വ്യാഖ്യാന ക്ലാസ് ആരംഭിച്ചു. CPM-നെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കുക എന്ന ആവശ്യമുയർത്തി CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഗസ്തിക്കോട് വീട്ടമ്മ കിണറ്റിൽ വീണ് മരിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കുരങ്ങുകൾ ചത്ത സംഭവം ഫ്ലൈയിംഗ് സ്ക്വാഡ് CFO അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.